ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തണ്ടർബേർഡ് ആണോ ബെറ്റർ ഓപ്ഷൻ, ഈ ക്ലാസിക് 350 ആണോ ബെറ്റർ ഓപ്ഷൻ എന്നുള്ള ഒരു അഭിപ്രായം. ഹായ് സുഹൃത്തുക്കളെ, ശരത്താണ്. ഞാൻ എൻ്റെ ഈ റോയൽ എൻഫീൽഡ് വിൽക്കാമെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 3 മാസം മുമ്പ് സ്വിഗ്ഗിയുടെ ഡെലിവറി യൂണിറ്റിൽ ജോലിക്ക് വേണ്ടി ചേർന്നായിരുന്നു. ഞാൻ ഈ ജോലിക്ക് ചേരുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ളത് ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് മാത്രമാണ്. എന്തുകൊണ്ട് ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റുമായിട്ട് ഒരു സ്വിഗ്ഗി പോലുള്ള ഒരു ഡെലിവറി യൂണിറ്റിൽ ജോലി ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് ഞാൻ കണ്ടായിരുന്നു ചില പയ്യന്മാർ ഈ FZ ബൈക്കിൽ ഈ സ്വിഗ്ഗിയിൽ ഡെലിവറി ചെയ്യുന്ന കണ്ടായിരുന്നു. അതുമാത്രമല്ല, മിക്കവാറും ഉള്ള ആളുകളൊക്കെ ഈ ഹോണ്ട ആക്റ്റീവ, ഡിയോ പോലുള്ള വണ്ടികളിലൊക്കെ ഈ സ്വിഗ്ഗിയിൽ ഡെലിവറി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വണ്ടികൾക്കെല്ലാം ഏകദേശം ഒരു 38 to 40, 42 മൈലേജ് ഒക്കെ മാത്രം കിട്ടുന്ന ഒരു വണ്ടികളാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഈ റോയൽ എൻഫീൽഡ് അതിനേക്കാളും എനിക്ക് മൈലേജ് കിട്ടും, റൈഡിങ് കംഫർട്ടബിലിറ്റിയും ഉണ്ട്, പക്കയായിരിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു 100 കിലോമീറ്റർ ഡെലിവറി ജോലിക്ക് ഞാൻ ഈ വണ്ടിയുമായിട്ട് പോയാൽ എനിക്ക് അങ്ങനെ നടുവിന് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ. ഒരുപാട് കാശൊന്നും കിട്ടണ്ട, അത്യാവശ്യം കുറച്ച് കാശ് കിട്ടിയാൽ മതി. ഏതായാലും ഒരാഴ്ചയെങ്കിലും നമുക്കൊന്ന് ജോലിക്കൊന്ന് പോയി നോക്കാം, ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ അങ്ങ് ഡ്രോപ്പ് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഈ ഒരു ജോലിക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ ജോലി തുടങ്ങി. ആദ്യ ദിവസം ജോലി തുടങ്ങിയ സമയത്ത് തന്നെ, തുടങ്ങി ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് നല്ല രസം തോന്നി, നല്ല ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തു. കാരണം നല്ല രസമുണ്ട് ജോലി, വലിയ ടെൻഷനൊന്നുമില്ല. നമുക്ക് ഓർഡർ കിട്ടുന്ന സമയത്ത് ഏത് ഹോട്ടലാണെന്ന് കാണിക്കും, ലൊക്കേഷൻ നോക്കിയിട്ട് ഹോട്ടലിലെത്തുക, അവിടെ ഫുഡ് നമുക്ക് മേടിച്ചു കൊണ്ടുവന്ന് നമുക്ക് കൊടുക്കേണ്ട ആളുടെ കയ്യിൽ കൊടുക്കുക. ഇങ്ങനെ വളരെ നിസ്സാരപ്പെട്ട ഒരു ജോലി, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ജോലി, നമുക്ക് കാശും കിട്ടും. പക്ഷേ ഈ ജോലി തുടങ്ങി ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോൾ, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7ാമത്തെയോ 8ാമത്തെയോ ഡെലിവറി ആയപ്പോൾ തന്നെ എൻ്റെ കാൽമുട്ട് റെഡിയാവാൻ തുടങ്ങി. കാരണം ഈ വണ്ടിക്ക് സെൽഫ് സ്റ്റാർട്ട് ഇല്ല. ഞാനൊരു 10 ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഒരു 30 തവണയെങ്കിലും എനിക്ക് എൻ്റെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുന്നു, പല തവണകളായിട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ മുട്ട് നല്ല പ്രശ്നമായി. വൈകുന്നേരമല്ല, ഞാനന്നൊരു 3:30 ആയപ്പോൾ ഞാൻ ഈ പണി അങ്ങ് ഡ്രോപ്പ് ചെയ്തായിരുന്നു. ആ സമയത്ത് തന്നെ എൻ്റെ മുട്ട ഏകദേശം നല്ല പെയിൻ ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പഴയ റോയൽ എൻഫീൽഡ് പോലെയല്ല പുതിയത്. നമ്മൾ പഴയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആംബിയറൊക്കെ ക്ലിയർ ആക്കി വെച്ച് ഒന്ന് ചെറിയ രീതിയിൽ കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. കൈ കൊണ്ടടിച്ചാൽ പോലും ചില വണ്ടികൾ, പക്ക കണ്ടീഷനായ വണ്ടികളാണെങ്കിൽ സ്റ്റാർട്ടാവും. പക്ഷേ ഈ പുതിയ മോഡൽ, ഈ BS3, BS4 പോലുള്ള ഈ സെൽഫില്ലാത്ത ഈ വണ്ടികൾ ശക്തിയായ രീതിയിൽ നമ്മൾ ഇതിൻ്റെ കിക്കർ കാലുകൊണ്ട് അടിച്ചാൽ മാത്രമേ ഈ സാധനം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നല്ല ശക്തി കൊടുക്കണം. അങ്ങനെ ശക്തിയായിട്ട് നമ്മൾ ഒരു ദിവസം ഒരു 3-4 മണിക്കൂറിനിടയ്ക്ക് ഒരു 10-30 തവണയൊക്കെ ഇത് കിക്കർ അടിക്കേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മുടെ കാലിന് നല്ല ഡാമേജ് ഉണ്ടാകും. ഞാൻ വിചാരിച്ചത് ഈ കിക്കർ അടിക്കുന്ന, ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് കിക്കർ അടിക്കുന്ന ആദ്യമായതുകൊണ്ടായിരിക്കാം മുട്ടിൽ വേദന, അത് 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളുമെന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ പിറ്റേന്നും പോയി. പക്ഷേ പിറ്റേന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 ഡെലിവറി എന്ന് വെച്ചാൽ ഓർഡർ കൊടുത്തപ്പോൾ തന്നെ എൻ്റെ കാല് നല്ല പെയിനായി. അതിനുശേഷം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നത്, ഈ ഭാഗത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ കിക്കറ് പിടിച്ചിട്ട് ഇതാ കണ്ടില്ല, എൻ്റെ വലത് കാല് കൊണ്ട് ഒട്ടും അടിക്കാൻ വയ്യ. ഞാൻ ഇടത് കാല് ഇതിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് ആക്സിലേറ്റർ കൊടുത്ത് ഈ സൈഡിൽ നിന്നത് കണ്ടില്ല, ഇങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ട് അടിക്കേണ്ടി വന്നു. കാരണം വലത് കാലം കൊണ്ട് പിന്നെ എനിക്ക് ഈ കിക്കർ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ അന്ന് എങ്ങനെയൊക്കെയോ 3 മണി സമയം വരെ ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുപോയി. അന്നത്തെ പണിയും കഴിഞ്ഞ് തിരിച്ചു വന്നു. പിറ്റേന്നായപ്പോൾ എനിക്ക് മുട്ട ഒട്ടും വയ്യ. പക്ഷേ ഈ കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ ഈ വയ്യാതിരുന്ന മുട്ട് തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലെ ബെഞ്ചിൽ നല്ല ശക്തിയായിട്ടൊന്ന് ഇടിച്ച് ഇച്ചിരി കുറഞ്ഞു വന്ന ആ മുട്ടിൻ്റെ വേദന നല്ല കൂടി. അങ്ങനെ എന്ത് ചെയ്ത് ഏകദേശം 1-1.5 ആഴ്ച ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ല, വണ്ടി എടുത്തതേ ഇല്ല. അങ്ങനെ 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മുട്ട് വീണ്ടും പഴയതുപോലെയായി, ഒരു പ്രശ്നവും ഇല്ല, നല്ല പക്കയായി, സൂപ്പറായി, വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ ഇരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഫസ്റ്റ് കിക്ക് സ്റ്റാർട്ട് ഞാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മുട്ട് വീണ്ടും ചെറിയ പെയിൻ ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ സമയത്തെ ഞാൻ വിചാരിച്ചതാണ് ഈ വണ്ടി അങ്ങ് കൊടുത്തു കളയാം, കൊടുത്തിട്ട് ഏതെങ്കിലും സെൽഫ് സ്റ്റാർട്ടുള്ളൊരു വണ്ടി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഒട്ടും മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്കിത് വിൽക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ ഏറ്റവും അധികം ഉപയോഗിച്ച വണ്ടിയാണിത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 10-11 റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ, പല ടൈപ്പിലുള്ള പഴയതും പുതിയതായിട്ടുള്ള വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്, സ്വന്തമായി വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഇത്രയും വർഷം, ഏകദേശം 7-8 വർഷത്തോളം ഞാൻ ഉപയോഗിച്ച ഈ വണ്ടിയാണ്. ഇത്രയും കാലം ഞാൻ ഉപയോഗിച്ച വണ്ടി വേറെ ഇല്ല. എനിക്ക് ഇത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ടാണ്, ഇത്രയും നല്ല കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു വണ്ടി, അത്
കൊടുക്കുന്നത് എനിക്ക് വലിയ വിഷമമാണ്. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിലൊരു സെൽഫ് നമുക്ക് ഫിറ്റ് ചെയ്യണം അഡീഷണലായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ആ സമയത്ത് വിളിച്ചു. ഒരു വർക്ക്ഷോപ്പ് മേസ്തിരിയാണ്. അപ്പോൾ അവനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചോടാ, എനിക്കിതിലൊരു സെൽഫ് ഇതിൽ ആഡ് ചെയ്യണം, എന്താണ് വഴിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് 30 to 35,000 രൂപ വരെ ചിലവാണ്. ഈ ഒരു വണ്ടിയിൽ സെൽഫ് സ്റ്റാർട്ട് പക്കയായിട്ട് അതിൻ്റെ സാധനങ്ങളെല്ലാം പുതിയത് വാങ്ങിച്ച് ഇതിൽ ചെയ്യുമ്പോൾ പണിക്കൂലി ഉൾപ്പെടെ 30,000 to 35,000 രൂപ ചിലവാകും. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്താൽ പോലും ഈ വണ്ടിയിൽ എത്ര കാലം അത് ലാസ്റ്റ് ചെയ്യുമെന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല. അത് ഇതിൻ്റെ വിധി പോലെ ഇരിക്കും. ചിലപ്പോൾ ലാസ്റ്റ് ചെയ്യും, ചിലപ്പോൾ ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഇതിന് ക്രാങ്ക് വെയിറ്റ് കൂടുതലുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ സെൽഫ് ഇതിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അത് ലാസ്റ്റ് ചെയ്യാനായിട്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു റിസ്ക് എടുക്കാനായിട്ടൊരു തയ്യാറായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പണിക്ക് പോയാലല്ലേ ഈ പ്രശ്നമുള്ളൂ, ഈ പണി അങ്ങ് ഡ്രോപ്പ് ചെയ്ത് ഞാൻ ആ പണിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ പിന്നെയും ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നം, ഒരു ദിവസം ഒരു 4-5 തവണയൊക്കെ നമുക്ക് എവിടെയെങ്കിലും സ്ഥലത്ത് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എൻ്റെ മുട്ട് വീണ്ടും പണി തന്നുകൊണ്ടിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ ഒരു തീരുമാനം ഈ പറഞ്ഞതുപോലെ ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും ഈ മുട്ട് ഇങ്ങനെ പണിയായിരിക്കുകയില്ല, എന്തായിരുന്നാലും ഇനി ഞാൻ കൂടുതൽ ഇതിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ കിക്കർ അടിക്കേണ്ടി വരുമ്പോൾ മുട്ട് കൂടുതൽ പണിയായിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴാണ് ഞാനത് വിൽക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊടുത്തിട്ട് ഒന്നിൽ ഏതെങ്കിലും ഒരു പഴയ ഒരു 350 സ്റ്റാൻഡേർഡ് 350 ക്ലാസിക് മോഡൽ ബുള്ളറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ചാണ്, വലിയ പ്രശ്നമില്ലാത്തൊരു വണ്ടിയാണ്. അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തണ്ടർബേർഡ്, അതും സെൽഫ് സ്റ്റാർട്ട് ഉള്ളതാണ്. അപ്പോൾ ഈ തണ്ടർബേർഡ് ഒന്ന് ഉപയോഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ലോങ് റൈഡിനൊക്കെ പോകാൻ തണ്ടർബേർഡ് സൂപ്പറാണെന്ന്, നല്ല സീറ്റിംഗ് കംഫർട്ടബിലിറ്റി ഒക്കെ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഈ ബുള്ളറ്റ് കൊടുത്തിട്ട് ഒരു തണ്ടർബേർഡോ അല്ലെങ്കിൽ ക്ലാസിക് 350 എടുക്കാമെന്നുള്ളൊരു ചിന്തയിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടതിൻ്റെ കാരണം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണ്ടർബേർഡ് ബൈക്കുകളുടെ കംഫർട്ടബിലിറ്റിയെ പറ്റിയിട്ട് എനിക്കറിയില്ല. കാരണം ഞാനിത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ക്ലാസിക് 350 ആണെങ്കിൽ അറിയോ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ തണ്ടർബേർഡ് ആണോ ബെറ്റർ ഓപ്ഷൻ, ഈ ക്ലാസിക് 350 ആണോ ബെറ്റർ ഓപ്ഷൻ എന്നുള്ള ഒരു അഭിപ്രായം ആരെങ്കിലും പറഞ്ഞു തരണം. പിന്നീട് രണ്ടാമതായി പറയാനുള്ള ഒരു കാര്യം, എൻ്റെ ഈ ബൈക്കിന് ഇത് 2014 മോഡലാണ്, BS3 ആണ്. അപ്പോൾ ഈ വണ്ടിക്ക് എത്ര രൂപ റീസെയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതും അറിയാവുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഹൈവേ റോഡിൽ 55 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടിയാണ്. പിന്നെ വൈബ്രേഷൻ ഇല്ല. അത് ഓടിച്ചു നോക്കുമ്പോൾ ആരും ഒന്ന് ഓടിച്ചു നോക്കിയാലും മനസ്സിലാവും, അല്പം പോലും ഹാൻഡിൽ വൈബ്രേറ്റ് ചെയ്യില്ല. നിങ്ങൾ എത്ര സ്പീഡിൽ പോയാലും പതുക്കെ പോയാലും എല്ലാം ഒരേപോലെ തന്നെ, ഒട്ടും വൈബ്രേഷൻ ഇല്ലാതെ ഒരു പഴയ ബുള്ളറ്റ് ഓടിക്കുന്ന ഫീലിൽ ഓടിക്കുക. പിന്നെ നോർമൽ റോഡുകളിലാണെങ്കിൽ മിനിമം 45 കിലോമീറ്റർ മൈലേജ് കിട്ടും, ഹൈവേ റോഡിലാണെങ്കിൽ 55 കിലോമീറ്റർ മൈലേജ് കിട്ടും. അപ്പോൾ അതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടിക്ക് 2014 മോഡൽ വണ്ടിക്ക് ഇപ്പോൾ മാർക്കറ്റ് വില എത്ര കിട്ടും? എൻ്റെ വണ്ടിയുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ അങ്ങനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി തുടച്ച് മിനിക്ക് വയ്ക്കുന്ന വണ്ടിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിനും കൂടി നിങ്ങളാരെങ്കിലും മറുപടി തരണം. ഡെലിവറി ജോബ് 2 ദിവസമേ പോയുള്ളെങ്കിലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എത്ര പേർക്ക് ഈ ജോബ് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ചിലപ്പോൾ ഈ വണ്ടി ഇങ്ങനെ ഓടിക്കുന്നത് ഇഷ്ടമായതുകൊണ്ടും കൂടിയായിരിക്കാം ഡെലിവറി ജോബ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഗവൺമെൻറ്റുകൾ ഇടപെട്ട് അതിന് അത്യാവശ്യം ഒരു മിനിമം വേജസും കൂടി ഉറപ്പാക്കിയിരുന്നെങ്കിൽ പക്കയായിരുന്നു. അപ്പോൾ ഏതായാലും ഞാൻ വണ്ടി കൊടുക്കാൻ പോവുകയാണ്. താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.